ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിടെഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള 6 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ അപ്ഡേറ്റുകൾ ഏതെന്ന് നോക്കാം. അതിനു മുമ്പായി ഹമിടെഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് വാട്സപ്പിലൂടെ ഫോട്ടോ ആവട്ടെ, വീഡിയോ ആവട്ടെ, ഓഡിയോ ആവട്ടെ, ഏത് തരത്തിലുള്ള മെസ്സേജ് അയച്ചാലും, അതായത് ആർക്കാണോ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ വ്യക്തിയുടെ കോൺടാക്റ്റ് നെയിം ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ മെസ്സേജ് മാറി അയക്കാറുണ്ട്. അതായത് ഒരേപോലത്തെ പിക്ചർ ആരെങ്കിലും വെച്ചിരിക്കുമ്പോൾ നമ്മൾ പിക്ചർ നോക്കിയൊക്കെ ചിലപ്പോൾ പേര് നോക്കാതെ പിക്ചർ മാത്രം നോക്കി മെസ്സേജ് സെൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് വാട്സപ്പ് ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഞാൻ ഹമിടെഗ്രാഫിക്സ് എന്ന ഒരു കോൺടാക്റ്റിലോട്ട് ഒരു ഇമേജ് സെൻഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ക്യാപ്ഷൻ എന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹമിടെഗ്രാഫിക്സ് എന്നത് എടുത്ത് കാണിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആ കോൺടാക്റ്റിൻ്റെ പേരാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് മുഖേന നമുക്ക് ഏത് കോൺടാക്റ്റിലോട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം മുഖേന ഒരു പരിധി വരെ നമുക്ക് അബദ്ധത്തിൽ മെസ്സേജ് അയക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. ഈ അപ്ഡേറ്റ് ഇപ്പോൾ ബീറ്റ വെർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബീറ്റ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഹൈഡ് ഓൺലൈൻ സ്റ്റാറ്റസ് എന്നത്. അതായത് ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ലാസ്റ്റ് സീൻ മറ്റുള്ളവർ കാണാതിരിക്കാൻ അത് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സന്ദേശം ആർക്കെങ്കിലും അയച്ചാൽ അത് അവർക്ക് ലഭിച്ചു എന്ന് കാണിക്കുന്ന ബ്ലൂ ടിക്ക് നമുക്ക് അതും ഒഴിവാക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. എന്നാൽ ഓൺലൈനിൽ നിൽക്കുന്ന കാര്യം മറയ്ക്കാൻ നമുക്ക് ഇതുവരെ സാധിക്കത്തില്ല. ഇങ്ങനെ ഓൺലൈനിൽ നിൽക്കുന്ന കാര്യം മറയ്ക്കാൻ വേണ്ടിയാണ് ചില കൂട്ടുകാർ GB വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്നത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അധികം താമസിക്കാതെ തന്നെ വാട്സപ്പിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനൊരു അപ്ഡേറ്റ് വരുവാണെന്നെങ്കിൽ GB വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നതായിരിക്കും. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഫുൾ സൈസ് ഇമേജ്. അതായത് നമ്മുടെ വാട്സപ്പ് വഴി നമുക്ക് ചിത്രങ്ങളും വീഡിയോസും എല്ലാം അയക്കാൻ സാധിക്കും എന്ന് കൂട്ടുകാർക്കറിയാലോ. എന്നാൽ കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ഫോട്ടോ ഷെയറിങ്ങിൽ വാട്സപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പിൽ അയക്കുന്ന ചിത്രങ്ങളുടെ റെസൊല്യൂഷൻ ലഭിക്കുമ്പോൾ കുറയുന്നു എന്നത്. ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒന്നും ചോരാതെ അത് ചുരുക്കി അയക്കുന്ന സാങ്കേതിക വിദ്യ വാട്സപ്പ് അവതരിപ്പിക്കുമെന്നാണ് സൂചന. അപ്പോൾ ഫുൾ സൈസ് ഇമേജ് എന്ന ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മൾ വാട്സപ്പിലൂടെ ഏത് ചിത്രം അയച്ചാലും അതിൻ്റെ റെസൊല്യൂഷൻ ഒരിക്കലും കുറയത്തില്ല. നമ്മൾ അയക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ റിസീവർക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ക്രോസ് പ്ലാറ്റ്ഫോം ബാക്ക്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾ ഐഫോണിലേക്ക് മാറുമ്പോഴോ തിരിച്ച് മാറുമ്പോഴോ വാട്സപ്പ് ബാക്കപ്പ് ഒരു പ്രശ്നമാണ്. പ്രധാനമായും വാട്സപ്പ് ബാക്കപ്പ് ആൻഡ്രോയിഡ്സിൽ ഗൂഗിൾ ഡ്രൈവിലും iOSൽ iCloudലുമാണ് നടക്കുന്നത്. അതിനാലാണ് ബാക്കപ്പ് പ്രശ്നമാകുന്നത്. ഇത് പരിഹരിക്കാനുള്ള സംവിധാനം വാട്സപ്പ് ഉടൻ കൊണ്ടുവരുന്നതായിരിക്കും. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് വാട്സപ്പ് പേ എന്ന അപ്ഡേറ്റ്. ഇതിനെപ്പറ്റി ഒട്ടുമിക്ക കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് അല്ലേ? എന്നാൽ വാട്സപ്പ് UPI അടിസ്ഥാനമാക്കി ഒരു പേയ്മെൻറ്റ് സംവിധാനം കഴിഞ്ഞ വർഷമാണ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ ചില പരീക്ഷണങ്ങളും നടത്തി. എന്നാൽ ചില നിയമപ്രശ്നങ്ങളാണ് വാട്സപ്പിനെ ഇത് വ്യാപിപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് പരിഹരിച്ച് ഈ വർഷം ഈ സംവിധാനം ഇന്ത്യ മുഴുവൻ എത്തുമെന്നാണ് സൂചന. ആറാമതായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് പിക്ചർ ഇൻ പിക്ചർ ഫീച്ചർ. അതായത് ഇപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് വാട്സപ്പിലൂടെ ഒരു വീഡിയോ അയച്ചെന്നിരിക്കട്ടെ, നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്തെന്നും ഇരിക്കട്ടെ. അപ്പോൾ
സാധാരണഗതിയിൽ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ ചാറ്റിന് പുറത്ത് വരുമ്പോൾ ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. എന്നാൽ ഈ പിക്ചർ ഇൻ പിക്ചർ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്ലേ ആവുന്ന ആ വീഡിയോ നമ്മൾ ആ ചാറ്റിന് പുറത്ത് വന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആവുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പിന് പുറത്ത് വന്നാൽ പോലും ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇതാണ് പിക്ചർ ഇൻ പിക്ചർ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന വീഡിയോ വാട്സപ്പിന് പുറത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഈ പിക്ചർ ഇൻ പിക്ചർ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ്രോയിഡിൻ്റെ വാട്സപ്പ് ബീറ്റ വെർഷനായിട്ടുള്ള 2.18.301 എന്ന വെർഷന് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ലഭ്യമാണ്. എന്നാൽ iOSൽ ഈ അപ്ഡേറ്റ് എന്ന് വരും എന്നൊരു ഇൻഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഇന്ന് നോക്കിയ ഈ 6 അപ്ഡേറ്റ് അധികം താമസിക്കാതെ തന്നെ നമുക്ക് നോർമൽ വാട്സപ്പിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കിയ അപ്ഡേറ്റിനെ കുറിച്ച് ഒട്ടുമിക്ക കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു അപ്ഡേറ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.